വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയം ശുദ്ധീകരിക്കുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്ന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 3 ദിവസത്തിനകം ഞാൻ ഇത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മുൻഗണന കൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത യേശുവിന്റെ പ്രവർത്തന ശൈലി. അർത്ഥപൂർണമായ പല സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ സുവിശേഷ ഭാഗം എന്ന് നാം ധരിക്കണം. യഹൂദന്മാരുടെ തിരുനാളുകളിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ അവർ ആചരിച്ചു വന്നിരുന്ന ഒരു തിരുനാളായിരുന്നു പെസഹ തിരുനാൾ. പെസഹ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിനങ്ങളായിരുന്നു അവ. ആ അവസരത്തിൽ യേശു ജെറൂസലേം ദേവാലയം സന്ദർശിക്കുന്നതിനു വേണ്ടി ദേവാലയത്തിലെത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പരാമർശ വിഷയം. ദേവാലയം എന്നുള്ളത് ദൈവത്തിന്റെ ആലയമാണെന്നും അതങ്ങനെ തന്നെയാണ് ആകേണ്ടതെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് യേശുവിനുള്ളത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് തീർത്തും വിപരീതമായ കാഴ്ചകളാണ് യേശുവിനെ അവിടെ ദർശിക്കാനിടവന്നത്. ദേവാലയത്തിന്റെ ഉള്ളിലും പരിസരങ്ങളിലും ഒരു ചന്തയ്ക്ക് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് യേശു കാണാനിടവരുന്നത്. എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും അവിടെ നടക്കുന്നു. ഈ ദൃശ്യം കണ്ട മാത്രയിൽ സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന യേശുവിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ര രൂക്ഷഭാവത്തോടു കൂടെയാണ് യേശു അതിനോട് പ്രതികരിക്കുന്നത്. കയ്യിൽ കിട്ടിയ ഒരു കയറ് ചാട്ടയാക്കിയിട്ട് മാറ്റി ദേവാലയത്തിലും അതിന്റെ പരിസരങ്ങളിലും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ വലിയ ആധികാരിക ഭാവത്തോടു കൂടി തന്നെ യേശു അടിച്ചു പുറത്താകുന്നു. സ്വാഭാവികമായിട്ടും യേശുവിന്റെ ഈ പ്രവർത്തനങ്ങള് ദേവാലയത്തിൽ വിധിപ്രകാരമുള്ള അനുഷ്ഠാന പ്രക്രിയകൾ നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർക്കും ഉത്തരവാദിത്തപ്പെട്ട മറ്റു യഹൂദന്മാർക്കും രുചിച്ചില്ല എന്നുള്ളത് സ്വാഭാവികം മാത്രം.
അവർ യേശുവിന്റെ ഈ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. യേശു അതിനെ ഉത്തരമെന്ന രീതിയിൽ അവരോടായിട്ട് പറയുന്നു, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. യേശു തന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത ആ യഹൂദന്മാർക്ക് നൽകിയ ഉത്തരത്തിന്റെ പ്രസക്തി എന്താണെന്ന് ഗ്രഹിക്കാൻ അവർക്ക് അന്ന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല. യേശു ഇവിടെ പറഞ്ഞത് അല്പസമയത്തിനുള്ളിൽ താൻ ഏറ്റുവാങ്ങാൻ ഇടവരുന്ന വധശിക്ഷയും അതേ തുടർന്ന് തന്റെ സംസ്കാരവും 3-ാം ദിവസം താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള യാഥാർത്ഥ്യം അവരോട് അന്ന് പ്രവചിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ ഇടവന്നത് 46 സംവത്സരം എടുത്തുകൊണ്ട് പണി ചെയ്ത ബ്രഹ്മാണ്ഡമായ ദേവാലയത്തെ പറ്റിയാണ് യേശു സംസാരിച്ചതെന്നായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകളുടെ പൊരുള് മനസ്സിലാക്കാൻ ഒരു തരത്തിലും അവർക്ക് സാധിക്കാതെ വന്നപ്പോ യേശു വലിയ ആധികാരിക ഭാവത്തോടുകൂടി തന്നെ ദേവാലയവും ദേവാലയ പരിസരങ്ങളും അതിനനുഗുണമായ രീതിയിൽ ആക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ആധികാരികതയും ആത്മാർത്ഥതയും കണ്ടും അതിനേക്കാളേറെ യേശു ആ ദിവസങ്ങളിൽ പ്രവർത്തിക്കാനിടവന്ന പല അത്ഭുത പ്രവൃത്തികളും കണ്ടും അവിടെ തിരുനാൾ ദിവസങ്ങളിൽ വന്നെത്തിയ യഹൂദന്മാരിൽ പലരും യേശുവിൽ വിശ്വസിക്കാനിടവന്നു എന്ന് സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. പക്ഷേ ആ ജനങ്ങളുടെ ആത്മാർത്ഥതയുടെ അഭാവത്തിലും തുറവിയുടെ കുറവും കൊണ്ടും ആയിരിക്കാം യേശു അവരെ ഒട്ടും വിശ്വസിച്ചില്ല എന്നും സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. പെട്ടെന്നുള്ള ഒരു വൈകാരിക ഭാവം അല്ല തന്നോട് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതായിരിക്കാം യേശു അവിടെ പ്രകാശിപ്പിക്കമാകുന്ന സത്യം. യേശു എല്ലാവിധത്തിലും തന്റെ ദൗത്യം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് താൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആ ദൗത്യത്തിന്റെ പ്രകാശനം വളരെ തീവ്രമായ രീതിയിലും രൂക്ഷമായ രീതിയിലും നടപ്പിലാക്കുന്ന ഒരു രംഗമാണ് നാം ഈ സുവിശേഷ ഭാഗത്തിൽ കാണാനിടവരുന്നത്. സുവിശേഷ ഭാഗം